നാട്ടിൽ ആര് മന്ത്രവാദം നടത്തിയാലും കോഴിക്ക് കിടക്കപ്പുറതിയില്ല എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഉണ്ണി മുകുന്ദനെന്ന് സംവിധായകൻ ശാന്തിവിള ദിനേശ് അഭിപ്രായം പറഞ്ഞു. മലയാളത്തിലെ മറ്റൊരു യുവതാരത്തിനും നേരിടേണ്ടി വരാത്ത പ്രശ്നങ്ങളിലൊക്കെ അദ്ദേഹം ചെന്ന് വീണിട്ടുമുണ്ട്. എന്തുകൊണ്ടാകും ഉണ്ണി മുകുന്ദന് മാത്രം ഇത്രയും പുലിവാലുകളെന്ന് മറ്റാരും ആലോചിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹമെങ്കിലും സ്വയം ആലോചിക്കേണ്ടതാണെന്നും ശാന്തിവിള ദിനേശ് പറയുന്നുണ്ട്. ഞാനൊരു മോദി അനുകൂലി ആയതുകൊണ്ടാണ്, മാളികപ്പുറം എടുത്തതിനാലാണ്, ഹൈന്ദവ പക്ഷത്ത് നിൽക്കുന്നതുകൊണ്ടാണ്, സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ടാണ് എന്നൊക്കെ അദ്ദേഹം പറയുമായിരിക്കാം. എന്നാൽ ഒന്നുമല്ലാതിരുന്ന കാലത്തും അദ്ദേഹം വിവാദങ്ങളുടെ കൂട്ടിലായിരുന്നു. ഗുജറാത്തിൽ ജനിച്ചു വളർന്ന ഉണ്ണി മുകുന്ദൻ നരേന്ദ്രമോദിയോടൊപ്പം കളിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അദ്ദേഹത്തിന്റെ സ്വകാര്യമായ കാര്യമാണ്. ക്രിപ്റ്റോ കറൻസി, പീഡന പരാതി വിഷയങ്ങളൊന്നും അദ്ദേഹം വലിയ താരമായി മാറിയതിനു ശേഷമുള്ള വിഷയങ്ങളല്ല. ഇതിനിടയിലാണ് മേജർ രവിയുമായി അടികൂടിയ വിഷയം ഉണ്ടാകുന്നത്. മേജർ രവി പരാതിയുമായി ഫെഫ്കയുടെ മുമ്പിലേക്ക് എത്തിയെങ്കിലും പുള്ളി പിന്നീട് അത് മറന്നു. അദ്ദേഹം ഒരു പാവമാണ്. മേജർ രവി തന്ന പരാതി വായിച്ച ഒരാൾ ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്നും ശാന്തിവിള ദിനേശ് പറയുകയുണ്ടായി. മാനേജർ വിപിനുമായുള്ള പ്രശ്നം അടുത്തിടെയാണ് ഉണ്ടാകുന്നത്. തന്നെ ഉണ്ണി മുകുന്ദൻ ആക്രമിച്ചെന്നായിരുന്നു മാനേജറുടെ പരാതി. തനിക്ക് പേഴ്സണൽ മാനേജർ ഇല്ലെന്ന് അദ്ദേഹം നാഴികയ്ക്ക് 40 വട്ടം പറയുകയും ചെയ്തു. വിപിനുമായുള്ള വിഷയത്തിലും ഇത് തന്നെ ആവർത്തിച്ചു. എന്നാൽ വർഷങ്ങളോളം വിപിൻ ഉണ്ണി മുകുന്ദനൊപ്പമാണ് നടക്കുന്നത്. അയാളുടെ ഡേറ്റിന്റെ കാര്യമൊക്കെ അദ്ദേഹവുമായിട്ടാണ് സംസാരിക്കുന്നതൊക്കെ പറയുന്നു. ഏതോ നടിയുമായുള്ള വിവാഹാലോചനയുടെ കാര്യവും പറയുന്നു. എന്നാൽ ഉണ്ണി മുകുന്ദൻ എല്ലാം നിഷേധിക്കും. അല്ലാതെ തിരുത്താമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. വിപിന്റെ ഫ്ളാറ്റിൽ പോയതും അയാളുടെ കണ്ണട എറിഞ്ഞ് പൊട്ടിച്ചതുമൊക്കെയാണ് പോലീസ് എഫ്ഐആറിലുള്ളത്. മർദ്ദനം നടന്നതിന് തെളിവില്ല, ഫോൺ പിടിച്ചു വാങ്ങി താഴേക്കിട്ടു എന്നൊക്കെയാണ് പോലീസ് കൊടുത്ത റിപ്പോർട്ടിലുള്ളത്. അപ്പോൾ മുകളിൽ നിന്നും എന്തോ വലിയ ശുപാർശ പോയിട്ടുണ്ടെന്ന് തന്നെ അർത്ഥം. അല്ലാതെ ആരും ഇങ്ങനെ എഴുതില്ല. താടിയിലാണ് ആദ്യം മർദ്ദിച്ചതെന്നാണ് വിപിൻ പറയുന്നത്. പുള്ളിക്ക് ഞാൻ അടിക്കുമെന്ന പേടിയാണെന്നാണ് ഉണ്ണി മുകുന്ദൻ മറ്റൊരു യൂട്യൂബ് ചാനലിൽ പോയി പറഞ്ഞത്. ഉണ്ണി മുകുന്ദൻ എന്നെ അടിക്കാൻ വന്നാൽ അദ്ദേഹത്തിന്റെ തടിമിടിക്കൊക്കെ നോക്കുമ്പോൾ എനിക്ക് തിരിച്ചടിക്കാൻ കഴിയില്ലായിരിക്കും. പക്ഷേ എന്നെ അടിക്കാൻ വരുമ്പോൾ അടുത്ത് കിടക്കുന്ന പാറക്കല്ലെടുത്ത് മുഖത്ത് ഞാൻ എറിയും. അത്രയും ചെയ്യാൻ എനിക്ക് സാധിക്കുമല്ലോ. അന്തസ്സായിട്ടാണ് ഞാൻ പറയുന്നത്. ദിനേശിനൊരു പേടിയുമില്ല. ഏറ്റവും പുതിയ സംഭവം റിൻസി എന്ന യുവതിയെ MDMA പിടിച്ചതുമായി ബന്ധപ്പെട്ടതാണ്. അവരുടെ സുഹൃത്ത് യാസർ അറഫാത്തിനെയും പിടിച്ചിട്ടുണ്ട്. സിനിമാ മേഖലയുമായി ഇവർക്ക് അടുത്ത ബന്ധമുണ്ടത്രേ. കൂട്ടത്തിൽ ഉണ്ണി മുകുന്ദന്റെ മാനേജറാണെന്ന പ്രചരണവും ഉണ്ടായി. എന്നാൽ ഉണ്ണി മുകുന്ദൻ ഇത് പൂർണ്ണമായി നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. എറണാകുളത്ത് എത്രയോ സിനിമാക്കാർ ഉണ്ടായിട്ടും ഈ റിൻസി ഉണ്ണി മുകുന്ദന്റെ പേഴ്സണൽ മാനേജറാണെന്ന് എന്തിനാണ് പറയുന്നത്? അത് ഉണ്ണി മുകുന്ദൻ പരിശോധിക്കണം. ലഹരി ഉപയോഗിക്കുന്ന എത്ര നടന്മാർ വേറെയുണ്ട്. അവരുടെ ആരുടെയും മാനേജർ അല്ലല്ലോ ഇവർ. എവിടെയോ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അത് തിരുത്തി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അല്ലാതെ കേസ് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയല്ല വേണ്ടത്. ഏതോ സിനിമാ നടിയുമായി തനിക്ക് വിപിൻ വിവാഹം ആലോചിച്ചുവെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. അങ്ങനെ ചോദിക്കണമെങ്കിൽ ഉണ്ണി മുകുന്ദന്റെ അനുവാദമില്ലാതെ വിപിൻ പോകുമോ? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ടാവും ഉണ്ണി മുകുന്ദനെ കെട്ടാൻ സഹപ്രവർത്തക പോലും വരാത്തതെന്ന് തോന്നുന്നുവെന്നും ശാന്തിവിള ദിനേശ് കൂട്ടിച്ചേർത്തു.